സംസ്ഥാനത്തെ PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ. PSC ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിൽ, അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലും നൽകി. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നേരത്തെ വിമർശനമുയർന്നപ്പോൾ ശുപാർശ മാറ്റിവച്ചിരുന്നു. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സാജു, ഒരു നിസാര തുകയ്ക്കായി ആശാവർക്കർമാർ വെയിലത്തിരുന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും അതിന് അനുവദിച്ചു കൊടുക്കാൻ സർക്കാരിന് പണമില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും PSC ചെയർമാനും അംഗങ്ങൾക്കും വലിയ സ്കെയിലിൽ തന്നെ ശമ്പളം കൂട്ടുന്നതിന് സർക്കാരിന് മറ്റൊന്നും തടസ്സമായില്ല, അല്ലേ? ജിൽസി, ശമ്പളം മാത്രമല്ല ആനുകൂല്യങ്ങളിലും വർധനവ് വരുത്തിക്കൊണ്ടാണ് മന്ത്രിസഭയുടെ തീരുമാനം എത്തിയിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ അംഗങ്ങൾക്കൊക്കെ ശമ്പളത്തിനൊപ്പം ആനുകൂല്യങ്ങൾ കൂടി വർദ്ധിപ്പിച്ചു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ ഏറ്റവും പരമാവധി ശമ്പളം നൽകും എന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം. അംഗങ്ങൾക്ക് ഉള്ളത് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായിരിക്കും എന്നുള്ളതാണ്. അതായത് ആ രണ്ട് സ്കെയിലിലും ഏറ്റവും ഉയർന്ന ശമ്പളം എത്രയാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും ഇനി മുതൽ PSC ചെയർമാൻ്റെയും PSC അംഗങ്ങളുടെയും ശമ്പളവും. അതുപോലെ പുതുക്കിയ ശമ്പളത്തിലേക്ക് പറയാൻ സർക്കാരിൻ്റെ ന്യായീകരണം മന്ത്രിസഭാ യോഗത്തിൻ്റെ വാർത്താക്കുറിപ്പിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ പരിഗണിച്ചതിന് ശേഷമാണ് തീരുമാനം എന്ന് പറയുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് ധനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ഹോണറേറിയം ഇൻസെൻറ്റീവും ഒന്നും സമയബന്ധിതമായി കൊടുക്കാൻ കാശില്ലാത്ത ധനവകുപ്പ്, പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ച ധനവകുപ്പ്, ഇതൊക്കെയുണ്ടെങ്കിലും രാഷ്ട്രീയമായി കൂടി നിയമിക്കപ്പെടുന്ന PSCയിലെ അംഗങ്ങൾ അടക്കമുള്ളവർക്ക് ഉന്നതമായ ശമ്പളം കൊടുക്കാൻ സർക്കാരിൻ്റെ ഈ പണമുണ്ട്. ഒപ്പം തന്നെ വ്യവസായ ട്രിബ്യൂണലുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കാനുള്ള തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്. ജിൽസി, ശരി സാജു, എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ, അത് മറ്റ് സംസ്ഥാനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ നൽകാൻ സർക്കാരിന് മടിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് വെയിലത്തും മഴയത്തും ഇറങ്ങി സമരം ചെയ്യേണ്ടിയും വന്നില്ല. സർക്കാർ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തിരിക്കുന്നു. KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്.